സെക്കൻഡ് ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ചാപ്റ്ററുകളൊന്നും തന്നെ ഇനി നമ്മൾ സ്കൂളുകളിൽ എടുക്കില്ല. കാരണം അത്ര തന്നെ നമുക്ക് സമയം തീർച്ചയായും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇപ്പം തന്നെ തീർത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ വർക്കുകൾ ചെയ്താലേ നിങ്ങൾക്കതിൻ്റെ ഉപകാരം കിട്ടുള്ളൂ. നമ്മൾ ടോപ്പിക്കിൽ നോക്കുകയാണെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, ആ ഒരു ടേം എന്താണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഒരു സർഫസിലെ എല്ലാ പോയിന്റുകളുടെയും പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സർഫസ് ഹാവിങ് സെയിം പൊട്ടൻഷ്യൽ അറ്റ് ഓൾ പോയിന്റ്സ്, അതിനെയാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് വിളിക്കുന്നത്. ഇനി ആ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതില് ഒന്നാണ് ലൈൻ ഓഫ് ഫോഴ്സ്. ഈ ലൈൻ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ലൈൻ ഓഫ് ഫോഴ്സ്, ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾക്ക് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ സർഫസ് ഹാവിങ് സെയിം പൊട്ടൻഷ്യൽ അറ്റ് ഓൾ പോയിന്റ്സ് ആണ്. ആ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് പെർപെൻഡിക്കുലർ ആണ് എന്ന് നമ്മൾക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണമെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെന്റുകളെ കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൂവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ, ഒന്ന് വർക്ക് ഡണിന്റെ ഇക്വേഷൻ ആണ്. വർക്ക് ഡണിന്റെ ഇക്വേഷൻ നമുക്ക് രണ്ടെണ്ണം പറയാം. ആ രണ്ടെണ്ണം ഇതാണ്. ഒന്ന് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ പൊട്ടൻഷ്യലുകൾ സെയിം ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? 0 ആണ്. അപ്പോൾ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ നീക്കണമെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും? 0 ആണ്. കാരണം Q ഇൻറ്റു VA മൈനസ് VB എന്നുള്ള ഒരു ഇക്വേഷൻ കൊടുക്കുമല്ലോ നമ്മൾ. ആ കൊടുക്കുന്ന നേരത്തെ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയിരിക്കും. അതുകൊണ്ട് വർക്ക് ഡൺ 0 ആണ്. ഒന്ന്. അടുത്തത് വർക്ക് ഡൺ തന്നെ നമുക്ക് മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, -Q ഇന്റഗ്രൽ E ഡോട്ട് dr എന്ന്. അപ്പൊ EdR കോസ് തീറ്റ എന്നാണത്. അങ്ങനെ അത് 0 ആവണമെങ്കിൽ കോസ് തീറ്റ എത്രയാവണം? 90 ആവണം. കോസ് 90 0 ആണ്. അപ്പൊ അതാണ് അതിന്റെ പ്രൂഫായിട്ട് നമുക്ക് വരിക. ഒന്ന്, നമുക്ക് ചാർജിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന്റെ വർക്ക് ഡൺ എത്രയാണ്? 0 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ -Q ഇന്റഗ്രൽ E ഡോട്ട് dr എന്താവണം? 0 ആവണം. അത് 0 ആവണമെങ്കിൽ EdR കോസ് തീറ്റയിലെ തീറ്റ എന്താവണം? 90 ആവണം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഒരു പോയിന്റ് മനസ്സിലായത്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന്. അടുത്തത് നമുക്കറിയേണ്ടത് ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ നമ്മൾ ഏതൊക്കെയാണ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോ എക്സാമ്പിൾസ് നോക്കാം. ഒന്ന്, ഒരു പോയിന്റ് ചാർജിന് ചുറ്റും ഉള്ള ഓരോ സ്ഫിയറുകളും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഒരു ചാർജിന് ചുറ്റും നമ്മൾ എത്ര സ്ഫിയറുകൾ എടുത്താലും അതൊക്കെ എന്താണ്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ആ പോയിന്റ് ചാർജിന്റെ ആ സർഫസിലുള്ള എല്ലാ പൊട്ടൻഷ്യലുകളും ഈക്വൽ ആണ്. അപ്പോൾ R ഡിസ്റ്റൻസ് അകലെ ഏത് സ്ഫിയറുകൾ എടുത്താലും അത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളായിരിക്കും. ഇനി അടുത്തൊരു കാര്യം, ഒരു കണ്ടക്ടറിന്റെ സർഫസ് എപ്പോഴും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും. ഇത് നമ്മൾ പിന്നീട് പ്രൂവ് ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിൾ കിട്ടിയത് സർഫസ് ഓഫ് എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിന്റെ സർഫസ് എപ്പോഴും എന്താണ്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. അടുത്തത്, ഞാനൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കാണിക്കുകയാണെന്ന് കരുതുക. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പാരലൽ സ്ട്രൈറ്റ് ലൈൻസ് കൊണ്ടാണ് കാണിച്ചിരുന്നത്. ഇതിന് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ഏത് പ്ലെയിനും എന്താണ്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. അപ്പോൾ കാരണം ആ
പ്ലെയിനിന് എങ്ങനെയാ പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത് മിക്കവാറും എന്താവും, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആവും. അപ്പൊ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ കാണിക്കാൻ പറഞ്ഞാൽ ഇങ്ങനത്തെ പ്ലെയിനുകൾ അങ്ങനെ വരച്ചു കൊടുക്കണം. അടുത്തത് നമുക്ക് ഡൈപോൾ ഉണ്ടല്ലോ. ഡൈപോളില് +q -q വന്നപ്പോൾ അതിൻ്റെ ഇക്വറ്റോറിയൽ ലൈനിലെല്ലാം പൊട്ടൻഷ്യൽ എന്താണ്, 0 ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്തിരുന്നു, കണ്ടിരുന്നു. ആ ഇക്വറ്റോറിയൽ ലൈനിൻ്റെ ഇക്വറ്റോറിയൽ പ്ലെയിന് അതിൻ്റെ ഫീൽഡ് ലൈൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ പൊട്ടൻഷ്യലുകൾ 0 ആണ്. അത് 0 ആണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യലുകളൊക്കെ സെയിം ആണ് എന്നർത്ഥം. അപ്പോൾ ഇക്വറ്റോറിയൽ പ്ലെയിൻ ഓഫ് എ ഡൈപോൾ ഈസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇത്രയും കാര്യങ്ങൾ മിനിമം നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, പോയിന്റ് ചാർജിനും ചുറ്റുമുള്ള ഓരോ സ്ഫിയറുകളും എന്താണ്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളാണ്. ഒരു കണ്ടക്ടറിന്റെ സർഫസ് എപ്പോഴും എന്തായിരിക്കും, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനുകൾ വരച്ചാൽ അതൊക്കെ എന്താണ്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇക്വറ്റോറിയൽ പ്ലെയിൻ ഓഫ് എ ഡൈപോൾ ഈസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പോൾ നമ്മളൊന്ന് കൂടെ പറഞ്ഞു നോക്കാം. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ എല്ലാ സർഫസിലെ എല്ലാ പോയിന്റ്സിനും ഒരേ പൊട്ടൻഷ്യൽ ആണെങ്കിൽ അത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഫീൽഡ് ലൈൻസ് എങ്ങനെയാ, ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. അതെങ്ങനെ ഞങ്ങൾ പ്രൂവ് ചെയ്യാം? ഒരു വർക്ക് ഡൺ കാണാനുള്ള ഒരു ഇക്വേഷൻ ചാർജിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ സംബന്ധിച്ചിടത്തോളം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും, 0 ആണ്. അപ്പോൾ വർക്ക് ഡൺ എത്രയാ, 0 ആണ്. ഒരു പോയിന്റിൽ നമുക്ക് വർക്ക് ഡൺ 0 ആണെന്ന് കിട്ടി. അടുത്തത് ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം കേട്ടോ. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ഒരു ചാർജിനെ നീക്കാനുള്ള വർക്ക് ഡൺ എത്രയാണ്, 0 ആണ്. അടുത്തത് ഇതേ വർക്ക് ഡൺ കാണാൻ -q ഇന്റഗ്രൽ E.dr എന്നുണ്ടല്ലോ. അപ്പൊ EdR cos θ എന്ന് എഴുതാം. അത് 0 ആവണമെങ്കിൽ തീറ്റ എത്രയാവണം, 90 ആവണം. അതുകൊണ്ട് ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾക്ക് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ ആയിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി നമ്മൾ അതിന്റെ എക്സാമ്പിൾ ആണ്. ഒരു പോയിന്റ് ചാർജിന് ചുറ്റുമുള്ള ഓരോ സ്ഫിയറുകളും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഒരു കണ്ടക്ടറിന്റെ സർഫസ് എപ്പോഴും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരക്കുന്ന എല്ലാ പ്ലെയിനുകളും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഒരു ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ പ്ലെയിൻ ഈസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇതാണ് നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ കുറിച്ച് മിനിമം അറിയേണ്ടുന്ന സംഗതി. അടുത്ത കാര്യം പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പൊട്ടൻഷ്യൽ എനർജി ഒരു സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ നമുക്കറിയാം, എനിക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എനിക്കല്ലാതെ ഞാനും ഭൂമിയും അടങ്ങുന്ന സിസ്റ്റത്തിനെ എന്തുള്ളൂ, പൊട്ടൻഷ്യൽ എനർജി ഉള്ളൂ. അല്ലാതെ എനിക്കൊരു പൊട്ടൻഷ്യൽ എനർജി, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഉണ്ടാവില്ല. സിസ്റ്റത്തിനെ എന്തുള്ളൂ, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി പറയുമ്പോൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അത് എപ്പോഴും ഒരു സിസ്റ്റത്തിനെ ഉണ്ടാവും. രണ്ടാമത്തത്, അത് എപ്പോഴും ഒരു കൺസർവേറ്റീവ് ഫീൽഡുമായി ബന്ധപ്പെട്ടതായിരിക്കും. കൺസർവേറ്റീവ് ഫീൽഡ് അല്ലെങ്കിൽ അവിടെ എന്തില്ല, പൊട്ടൻഷ്യൽ എനർജി ഇല്ല. ഇപ്പൊ ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവില്ല. ഗ്രാവിറ്റേഷണൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അതേപോലെ നമുക്കേത് ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധപ്പെട്ട് എന്തുണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡുമായി ബന്ധപ്പെട്ട് എന്തുണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും കൺസർവേറ്റീവ് ഫീൽഡുമായിട്ടും ഒരു സിസ്റ്റവുമായിട്ടും മാത്രമേ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കൂ, 2 ചാർജുകൾ. ഇത് 2 ചാർജുകൾ ഉൾക്കൊള്ളുന്ന ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി കാണണം. ആ പൊട്ടൻഷ്യൽ എനർജി കാണുമ്പോൾ നോക്കൂ, ആദ്യം ഓരോരുത്തരെയും നമ്മൾ എന്ത് ചെയ്യണം, ഇൻഫിനിറ്റിന്ന് കൊണ്ടുവരണം. എന്താണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെഫിനിഷൻ എന്ന് ചോദിച്ചാൽ, പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷൻ പറഞ്ഞ അതേപോലെ തന്നെയാണ്. നമ്മൾ പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷൻ പറഞ്ഞ സമയത്ത് ഇൻഫിനിറ്റിയിൽ നിന്നൊരു ചാർജിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റിലേക്ക് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക് ഡൺ ആയിരുന്നു ആര്,
പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ ഈ രണ്ട് ചാർജുകളെ അവരവരുടെ സ്ഥാനത്തേക്ക് ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക് ഡൺ, അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ചോദിക്കുന്നതിന് പകരം ഈ ആളുകളെ അവരുടെ അതാത് സ്ഥലങ്ങളിൽ എത്തിക്കാൻ വേണ്ട വർക്ക് ഡൺ എത്രയാ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചാലും പൊട്ടൻഷ്യൽ എനർജി ആണ് ചോദിക്കുന്നത് എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വർക്ക് ഡൺ കണ്ടാൽ മതി. അപ്പോൾ നോക്കിക്കോളൂ കേട്ടോ. ഞാൻ ആദ്യം W1 കാണുകയാണ്. W1 എന്ന് പറഞ്ഞാൽ Q1-നെ ആദ്യം ഞാൻ Q1-നെ കൊണ്ടുവരികയാണ്. എവിടുന്ന്? ഇൻഫിനിറ്റിയിൽ നിന്ന് Q1 എന്ന ചാർജിനെ എങ്ങനെ കൊണ്ടുവരികയാണ്. പക്ഷെ അവിടെ പ്രശ്നം, അതിനു മുമ്പ് Q1-ന് മുമ്പ് ആ റീജിയനിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. നന്നായി ശ്രദ്ധിക്കണം. Q1-നെ ആദ്യം കൊണ്ടുവരുമ്പോൾ ആ കൊണ്ടുവരുന്ന റീജിയനിൽ എന്തില്ല? ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഇല്ല, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. അപ്പൊ Q1-നെ കൊണ്ടുവരാൻ വേണ്ട വർക്ക് ഡൺ എത്രയാ? 0 ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പൊട്ടൻഷ്യൽ കണ്ടിരുന്ന സമയത്തൊക്കെ ഒരു ചാർജിനെ എങ്ങനെ കൊണ്ടുവന്നു? ആ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിനെ കൊണ്ടുവരുമ്പോൾ ഒരു വർക്ക് ഡൺ നമ്മളതിന് ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ ഞാൻ Q1-നെ ആദ്യം കൊണ്ടുവന്നപ്പോൾ എന്തില്ല? ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്തത് കൊണ്ട് അവിടെ വർക്ക് ഡൺ 0 ആണ്. ഇനി രണ്ടാമതായിട്ട് ആരെ കൊണ്ടുവരികയാണ്? Q2-നെ കൊണ്ടുവരിക. അപ്പൊ ആ വർക്ക് ഡൺ കാണാൻ പോവാ നമ്മൾ. ആ Q2-നെ ഞാൻ കൊണ്ടുവരുമ്പോ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കൊണ്ടുവരുന്ന ചാർജ് ആരാണ്? Q2 ആണ്. ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എവിടുന്ന് എങ്ങട്ടാ കൊണ്ടുവന്നത്? ഇൻഫിനിറ്റി ടു ആർ ആണ്. അങ്ങനെയാണെങ്കിൽ VR മൈനസ് V ഇൻഫിനിറ്റി ആയിരിക്കും. അതിൽ V ഇൻഫിനിറ്റി എത്രയാ? 0. അപ്പൊ ഞാനിവിടെ VR മൈനസ് V ഇൻഫിനിറ്റി എന്ന് എഴുതാണ്. ആ VR മൈനസ് V ഇൻഫിനിറ്റി എഴുതുമ്പോ അതിൽ V ഇൻഫിനിറ്റി എത്രയാ? 0 ആണ്. അപ്പൊ അത് പോയി. ഇനി അടുത്തത് VR ആണ്. R എന്ന ഡിസ്റ്റൻസിലെ പൊട്ടൻഷ്യൽ അത് ആരുണ്ടാക്കുന്നതാ? Q1 എന്ന ചാർജ് അവിടെ ഉള്ളത് കൊണ്ട് ആ Q1 ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ആണ് ആര്? V1. അപ്പോ V1 ഞാൻ എഴുതേണ്ടത് Q1-ന്റെ പൊട്ടൻഷ്യൽ ആണ്. ആ Q1-ന്റെ R ഡിസ്റ്റൻസിലെ പൊട്ടൻഷ്യൽ എഴുതിയാൽ 1/4πε0 ഇൻറ്റു Q1/R ആണ്. Q1/R. പക്ഷെ ഒരു Q2 കൂടെ മുമ്പ് അവിടെ ഉണ്ടായിരുന്നില്ലേ? അപ്പോ വർക്ക് ഡൺ ഇക്വേഷൻ എന്താ കിട്ടുക? 1/4πε0 ഇൻറ്റു Q1 Q2/R. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് പറയുന്നത്. അപ്പോ ആദ്യത്തെ വർക്ക് ഡൺ 0 ആണ്. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1 Q2/R. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ടു സിസ്റ്റം ഓഫ് ചാർജസ്. രണ്ട് ചാർജുകളാണ് ഉള്ളതെങ്കിൽ ആ ചാർജുകളുടെ പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. ഇനി നോക്കൂ, നമുക്ക് ഈ രണ്ടാളുകളായപ്പോ ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ വന്നത്. ഇനി മൂന്നാളുകളുണ്ട്. അപ്പൊ നമുക്ക് രണ്ടിലധികം ചാർജുകൾ വന്നാൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ അടുത്ത പിക്ചറിൽ കാണുന്നത് Q1 ഉണ്ട്, Q2 ഉണ്ട്, Q3 ഉണ്ട്. ഞാൻ ആ ആളുകളുടെ പൊട്ടൻഷ്യൽ എനർജി പറയാൻ പോവാണ്. നോക്കൂട്ടാ, ഞാൻ ആ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എഴുതുമ്പോ അവിടെ എന്തുണ്ടാവും അറിയോ? ഇവിടെ എത്ര ചാർജുകളാ? 3 അതിൽ നിന്ന് 1 കുറക്കുക. അപ്പൊ എത്രയാ? 2. പിന്നെ അതിന്റെ താഴെയുള്ള സംഖ്യ 1. 2+1 ടേംസ് ഉണ്ടാവും അവിടെ. 2+1 ടേംസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ 3 ടേം ഉണ്ടാവും പൊട്ടൻഷ്യൽ എനർജിയിൽ. 4 ചാർജുകൾ ഉണ്ടെങ്കിലോ 3+2+1 ടേംസ് ഉണ്ടാവും.
5 ചാർജ് ആണെങ്കിൽ 4+3+2+1 ടേംസ് ഉണ്ടാവും. അങ്ങനെയാണ് വരിക. നമുക്ക് നോക്കാം. ആദ്യം Q1നെ കൊണ്ടുവന്ന് വെക്കുകയാണ്. Q1നെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ വേറെ ഒരു ചാർജും അവിടെ ഇല്ല. അപ്പോൾ അവിടെ നിലവിലൊരു ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്തത് കൊണ്ട് Q1നെ കൊണ്ടുവന്ന് വെക്കാനുള്ള വർക്ക് ഡൺ എത്രയാ? 0. അത് കഴിഞ്ഞു. ഇനി ഞാൻ രണ്ടാമത്തെ ചാർജിനെ കൊണ്ടുവന്ന് വെക്കുകയാണ്. രണ്ടാമത്തെ ചാർജ് കൊണ്ടുവന്ന് വെക്കുമ്പോൾ അവിടെ ആരേ ഉള്ളൂ? Q1 ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കൊണ്ടുവരുന്ന ചാർജ് ആരാ? Q2 ആണ്. ആ ചാർജ് എന്ന് പറയുന്നത് അതിനുണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എവിടുന്ന് അങ്ങോട്ടാ കൊണ്ടുവരുന്നത്? Q1ഉം Q2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് R12 ആണ് കേട്ടോ. 1ഉം 2ഉം തമ്മിലുള്ളത്. അപ്പൊ അവിടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് VR12 മൈനസ് ഇൻഫിനിറ്റി, വി ഇൻഫിനിറ്റി. പക്ഷെ വി ഇൻഫിനിറ്റി എത്രയാ? 0. അപ്പൊ VR12 എന്ന് പറഞ്ഞാൽ അത് V1 Q1 പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യലാണ്. അപ്പോൾ V1ന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതുക? 1/4πε0 ഇൻറ്റു Q1/R12. അങ്ങനെ എഴുതിയാൽ രണ്ടാളുകളുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണ് വരിക. 1/4πε0 ഇൻറ്റു Q1 Q2/R12 എന്ന ഇക്വേഷൻ വരും. ഓക്കെ. അപ്പൊ നമുക്ക് W2 കിട്ടി. അടുത്തത് W1 എത്രയായിരുന്നു? 0. അടുത്തത് W3 വേണം. ഇനി മൂന്നാമത്തെ ആളെ നമ്മൾ കൊണ്ടുവരികയാണ്. മൂന്നാമത്തെ ആളെ കൊണ്ടുവരുന്ന ചാർജ് ഏതാ? Q3 ആണ്. ഇൻറ്റു ആ Q3 എന്ന പോയിന്റില് നിങ്ങൾ നോക്കൂ, ആരൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ടാക്കും? ഞാൻ പറയുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് VR13 അല്ലെങ്കിൽ ആ R3 എന്ന പോയിന്റ് മൈനസ് വി ഇൻഫിനിറ്റി. എത്രയാ? വി ഇൻഫിനിറ്റി 0 ആണ്. ആ വി ഇൻഫിനിറ്റി 0 ആയി കഴിഞ്ഞാൽ പിന്നെ ആ Q3 നിൽക്കുന്ന ആ പോയിന്റിലെ പൊട്ടൻഷ്യലാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിലെ വി ഇൻഫിനിറ്റി എത്രയായി? 0 ആയി. ഇനി ആ 3 എന്ന ചാർജ് നിൽക്കുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ വേണം. അത് Q1ഉം Q2ഉം കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ Q1ഉം Q2ഉം കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ V1 ഉണ്ട് പ്ലസ് ആരും ഉണ്ട്, V2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ V1ന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ Q1/R13 എന്ന ഇക്വേഷൻ വരും. അടുത്തത് Q2/R23, രണ്ട് പൊട്ടൻഷ്യലാണ്. അപ്പൊ അതിനകത്ത് 1/4πε0 ഞാനത് എഴുതുന്നില്ല. ഒരു പൊട്ടൻഷ്യൽ ആരാ? Q1/R13. അടുത്തത് ആരാ? Q2/R23. ഇങ്ങനെ രണ്ട് പൊട്ടൻഷ്യൽ ഉണ്ട്. ഇതിന് മുമ്പ് ആരുണ്ട്? 1/4π. ഇത് അകത്തോട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്. ആരായിരുന്നു കോമൺ? 1/4πε0 ഇൻറ്റു Q1 Q2/R1. നമ്മൾ കൊണ്ടുവന്ന ചാർജ് ആരായിരുന്നു? Q3 ആണ്. അപ്പൊ Q1 Q3/R13 പ്ലസ് അടുത്തത് ആരായിരുന്നു? Q2ഉം Q3ഉം, Q2 Q3/R23. ഇതാണ് നമുക്ക് വരുന്ന എന്ത്? പൊട്ടൻഷ്യൽ എനർജി, മൂന്നാമത്തെ വർക്ക് ഡൺ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ കണ്ടാൽ ആ സിസ്റ്റത്തിന്റെ എന്ത് കിട്ടും? പൊട്ടൻഷ്യൽ എനർജി കിട്ടും. അപ്പൊ ഞാൻ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എഴുതുകയാണെങ്കിൽ U ഈക്വൽ ടു 1/4πε0 കോമൺ ആണ്. ഒന്നാമത്തെ വർക്ക് ഡൺ എത്രയാ? 0. രണ്ടാമത്തത് Q2നെ കൊണ്ടുവരാനാണ്. അവിടെ നിലവിലുള്ളത് Q1 Q2/R12 പ്ലസ് അടുത്തതാരാ? Q1 Q3/R13 പ്ലസ് Q2 Q3/R23. ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ വരിക. അപ്പൊ നമുക്ക് ഓരോന്നിൻ്റെയും ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് അടുത്ത ഒരു കാര്യം നോക്കാം.
അടുത്തൊരു പോയിന്റ്, ഒരു പോസിറ്റീവ് ചാർജ് എവിടുന്ന് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പോസിറ്റീവ് ചാർജ് എപ്പോഴും മൂവ് ചെയ്യുന്നത് ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ ആണ്, അല്ലേ? ആണ്. നോക്കാം. നെഗറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്നത് ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ ആണ് വരിക. അപ്പോൾ നമുക്ക് ഇതാണ് കാര്യം. ഒരു പോസിറ്റീവ് ചാർജ് ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ മൂവ് ചെയ്യണമെങ്കിൽ, അതേപോലെ തന്നെ നെഗറ്റീവ് ചാർജ് എവിടെ നിന്ന് കണ്ടാ പോവുക? ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ. അതിന്റെ കാരണം ഇതാണ്, നമ്മൾ എപ്പോഴും ഒരു സിസ്റ്റം അത് തീരുമാനിക്കുന്നത്, എപ്പോഴും അതിന്റെ ഒരു സിസ്റ്റത്തിന്റെ പ്രത്യേകത എപ്പോഴും അതിന്റെ പൊട്ടൻഷ്യൽ എനർജി കുറക്കാൻ നോക്കും. ഒരു പൊട്ടൻഷ്യൽ എനർജി കുറക്കാനാണ് എന്ത് ചെയ്യുക? ഒരു സിസ്റ്റം എപ്പോഴും ട്രൈ ചെയ്യുക. ഇപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, പോസിറ്റീവ് ചാർജ് എവിടുന്ന് എങ്ങോട്ടാ മൂവ് ചെയ്യുക? ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. നെഗറ്റീവ് ചാർജോ ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ. എന്തേ കാരണം? ഒരു സിസ്റ്റം എപ്പോഴും അതിന്റെ പൊട്ടൻഷ്യൽ എനർജി കുറക്കാനേ നോക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു പ്ലസ് ക്യൂ ഉണ്ട് എന്ന് കരുതുക. ഇനി വേറെ ഒരു പോസിറ്റീവ് ചാർജ് അതെങ്ങോട്ടാണ് മൂവ് ചെയ്യാന്നാണ് നോക്കുന്നത്. നിങ്ങൾ ഇവിടെ ഒരു നോക്കിക്കഴിഞ്ഞാൽ 2 പോയിന്റ് എടുക്കുകയാണ്, എ മുതൽ ബി വരെ. അപ്പൊ ഇതിലേതാ ഹയർ പൊട്ടൻഷ്യൽ വരിക? എ ആണ് ഹയർ പൊട്ടൻഷ്യൽ, അടുത്തുള്ളതാണ് ഹയർ പൊട്ടൻഷ്യൽ, ബിയോ ലോവർ പൊട്ടൻഷ്യൽ. ഇനി നിങ്ങൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വെച്ചാൽ റിപ്പൽഷൻ കാരണത്താൽ ഇത് ബിയിലോട്ട് പോകും. അപ്പൊ ബിയിലോട്ട് പോവാനുള്ള കാരണം അതങ്ങനെ റിപ്പൽഷൻ വഴി പോകും, അത് നമുക്കറിയാം. അപ്പൊ അത് മൂവ് ചെയ്യുന്നത് എവിടെ നിന്ന് കേട്ടാ? ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ഇനി അടുത്തത്, ഇതേ പ്ലസ് ക്യൂവിന്റെ 2 പോയിന്റില് എ എന്ന പോയിന്റിലും ബി എന്ന പോയിന്റിലുമായിട്ട് ഞാനൊരു നെഗറ്റീവ് ചാർജ് വെച്ചാൽ, ഇവിടെ ബിയിലാണ് വെച്ചത് എന്ന് കരുതുക, ആ ബിയിൽ നിന്ന് എയിലോട്ട് വരും. അപ്പൊ അത് അട്രാക്ഷൻ കാരണത്താൽ വന്നോളും. അപ്പൊ നമ്മൾ ബിയിൽ നിന്ന് എയിലോട്ട് വന്നാൽ അവിടെ എവിടുന്നാണത് മൂവ് ചെയ്തതെന്നാണ് നോക്കേണ്ടത്. ഈ പോസിറ്റീവ് കാരണത്താൽ ബി എന്ന പോയിന്റും എ എന്ന പോയിന്റും നോക്കുമ്പോൾ ലോവർ ടു ഹയർ ആണ് വന്നത്. പക്ഷേ നെഗറ്റീവ് ചാർജ് അടുത്തോട്ട് വന്നാലേ പൊട്ടൻഷ്യൽ എനർജി കുറയുള്ളൂ. പോസിറ്റീവ് ചാർജ് ആവുമ്പോൾ അകന്നു പോയാലേ പൊട്ടൻഷ്യൽ എനർജി കുറയുള്ളൂ. അപ്പോൾ 2 ചോദ്യങ്ങൾക്ക് ഒരേ ഉത്തരാണ്. പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്നത് ഹയർ ടു ലോവർ പൊട്ടൻഷ്യൽ ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്നത് ലോവർ ടു ഹയർ പൊട്ടൻഷ്യൽ ആണ്. രണ്ടിന്റെയും കാരണം എന്താ വരിക? ഒരു സിസ്റ്റം എപ്പോഴും പൊട്ടൻഷ്യൽ എനർജി കുറക്കാനാണ് നോക്കുക. ഓക്കെ, അടുത്തത് പൊട്ടൻഷ്യൽ എനർജിയും ഫോഴ്സും തമ്മിലുള്ള റിലേഷനാണ്. നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ എനർജി ചെയ്ത സമയത്ത് പോസിറ്റീവ് ആണ് കിട്ടിയതെങ്കിൽ, പോസിറ്റീവ് പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ ഫോഴ്സ് വരുന്നത് റിപ്പൽഷൻ ആയിരിക്കും. നെഗറ്റീവ് പൊട്ടൻഷ്യൽ എനർജി ആണ് കിട്ടിയതെങ്കിൽ ഫോഴ്സ് അട്രാക്ഷൻ ആയിരിക്കും. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയും ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ. അപ്പൊ എന്തൊക്കെയാ മനസ്സിലായത്? പൊട്ടൻഷ്യൽ എനർജി ഒരു സിസ്റ്റത്തിൻ്റെത് നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് കിട്ടിയതെങ്കിൽ എന്താണ്? അത് റിപ്പൽസീവ് ഫോഴ്സ് ആയിരിക്കും. നെഗറ്റീവ് പൊട്ടൻഷ്യൽ എനർജി കിട്ടിയാൽ അതിനർത്ഥം അത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണെന്ന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. ആ ക്വസ്റ്റ്യനിൽ ആ പിക്ചർ നോക്കുക നിങ്ങൾ. ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, അതിന്റെ സൈഡ് എ ആണെന്ന് കരുതുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ ആളുകളെ ഇതേപോലെ അസൈൻ ചെയ്യാൻ എത്രയാണ് വർഡൻ വേണ്ടത് എന്നുള്ളതാണ്. ഈ ആളുകളെ ഒരു സ്ക്വയറിന്റെ ഓരോ സൈഡുകളിൽ വെക്കണമെങ്കിൽ
എത്രമാത്രം വർക്ക് ഡൺ വേണമെന്ന്. അങ്ങനെ ഒരു സിസ്റ്റത്തിനെ അസൈൻ ചെയ്യാൻ എത്ര വർക്ക് ഡൺ വേണം എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അതിന് പകരം എന്ത് കണ്ടാൽ മതി? പൊട്ടൻഷ്യൽ എനർജി കണ്ടാൽ മതി. പൊട്ടൻഷ്യൽ എനർജി കാണുമ്പോൾ നോക്കണം, പൊട്ടൻഷ്യൽ എനർജി കാണുന്ന സമയത്ത് നമുക്ക് 4 ചാർജുകളാണ് ഉള്ളത്. 4 ചാർജുകൾ ഉള്ള ഈ കേസിൽ 4 1 കുറച്ചാൽ 3 + 2 + 1 ടേംസ് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ 6 ടേംസ് വരും. നമുക്കതൊന്ന് എഴുതി നോക്കാം. എല്ലാത്തിലും ആര് കോമണാ? 1/4πε0 കോമൺ ആയിട്ടാണ് വരിക. അങ്ങനെയാണെങ്കിൽ ആദ്യം ഞാൻ ഇവര് തമ്മിലുള്ളതൊന്ന് എടുത്താൽ എന്താ കിട്ടുക? +q × -q ആവുമ്പോൾ -q² ആണ്. ഡിവൈഡഡ് ബൈ അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആരാ? a ആണ്. അടുത്തത് ഞാൻ ഈ +q വെച്ചിട്ടുള്ളതെല്ലാം പറയാം. ഈ +qവും ഈ +qവും തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ +q² വരിക. ഡിവൈഡഡ് ബൈ ആ ഡിസ്റ്റൻസ് ഡയഗണൽ ആയതുകൊണ്ട് √2a. അടുത്തത് ഈ +qവും ഈ -qവും തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി, അത് -q²/a എന്നാണ് വരിക. അപ്പൊ കണ്ടങ്ങൾ ഇപ്പൊ 3 ടേംസ് ആയി. ആ 3 ടേംസ് ഈ +qവുമായി ബന്ധപ്പെടുത്തിയിട്ട് ആ 3 എണ്ണം വന്നത്. ഇനി ഞാൻ ഈ -qവുമായിട്ട് നോക്കാം. ഈ -qവുമായിട്ട് ഇതുമായിട്ട് നമ്മൾ ഒരൊറ്റ എഴുതിയതാ. അപ്പൊ ഇനി വേണ്ടത് ഈ രണ്ടാളുകളെ ബന്ധപ്പെടുത്തിയ പൊട്ടൻഷ്യൽ എനർജി. -q × +q എന്ന് പറയുമ്പോൾ -q²/a ഒരു ടേം ആയി. അടുത്തത് ഈ -qവും ഈ -qവും തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി, അത് -q × -q എത്രയാ? +q² ബൈ ആരാ? √2a ആണ് ഡിസ്റ്റൻസ് വരിക. അപ്പൊ നമുക്ക് ഈ +q കൊണ്ട് 3 ടേമും ഈ -q കൊണ്ട് ഇപ്പോൾ 2 ടേമും കിട്ടി. ഇനി നമ്മൾ ഈ +qനെ കൊണ്ടെടുക്കുക. ഈ +q കൊണ്ട് ഇതും ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഇനി പറയാനുള്ളത് ഇവർ തമ്മിലാണ്. +qവും ഈ -qവും തമ്മിൽ -q²/a എന്ന ഒരു ഇക്വേഷൻ കൂടെ വരും. കഴിഞ്ഞു. ബാക്കിയെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞതാണ്. അപ്പൊ 6 ടേംസ് വരും. അപ്പൊ നമ്മൾ ഇതിൽ നോക്കാം. ഈ q²/a എത്ര എണ്ണം വന്നു? 1 2 3 4 എണ്ണം വന്നു. ഇതോ 2 എണ്ണം. അങ്ങനെയാണെങ്കിൽ ആ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു 1/4πε0 ഇവിടെ ഒക്കെ q² കോമൺ എടുക്കാൻ വേണമെങ്കിൽ q² കോമൺ എടുത്താൽ ഇൻറ്റു 1/√2a 1/√2a വേണമെങ്കിൽ എയും കൂടെ കോമൺ എടുക്കാം. അപ്പൊ 1/√2 + 1/√2 എത്രയാ? 2/√2. 2/√2 എന്ന് പറഞ്ഞാൽ √2. പിന്നെ 1 2 3 4 4 ആളുകളുണ്ട് അല്ലേ? അപ്പം മൈനസ് എത്രയും കൂടെ വരും? 4 കൂടെ വരും. ഇതാണ് അതിന് വേണ്ട വർക്ക് ഡൺ വേണ്ടത്. ഇനി നോക്കും. അപ്പൊ ഈ ചാർജുകളെ ആ പോയിന്റുകളിൽ അസൈൻ ചെയ്യാൻ വേണ്ട വർക്ക് ഡൺ ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അതേ ക്വസ്റ്റ്യനില് ഇതായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ ഈ ഒരു സ്ക്വയറില് ഇവിടെ +q, ഇവിടെ -q, ഇവിടെ -q, ഇവിടെ +q ആണെങ്കിൽ ഇത് ഓൾറെഡി അവിടെ ഉണ്ട്. ഇതിന്റെ സെന്ററിലോട്ട് ഞാൻ q0 എന്ന ഒരു ചാർജ് കൊണ്ടുവരികയാണ്. അപ്പോ ആദ്യമുള്ള ആ സിസ്റ്റത്തിന്റെ സെന്ററിലോട്ട് ഞാൻ ആരെ കൊണ്ടുവന്നു? q0നെ കൊണ്ടുവന്നാൽ അതിന് വേണ്ട വർക്ക് ഡൺ എത്രയാ? വർക്ക് ഡൺ ഈക്വൽ ടു കൊണ്ടുവരുന്ന ചാർജ് ആരാ? q0 ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു O എന്ന പോയിന്റ് ആണെങ്കിൽ VO - V ഇൻഫിനിറ്റി ആണ്. അതിൽ ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ എത്രയാ? 0.
ഇനി ബാക്കി വരുന്നത് Q0 ഇൻറ്റു ഓയിലെ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഓയിലെ പൊട്ടൻഷ്യലുകൾ പ്ലസ് Q ഒന്നുണ്ടാക്കി, അതേ ദൂരത്തിൽ കിടക്കുന്ന -Q ഒന്നുണ്ടാക്കും. ഈ രണ്ട് പൊട്ടൻഷ്യലുകൾ ക്യാൻസൽ ചെയ്ത് പോകില്ലേ? കാരണം ഡിസ്റ്റൻസ് സെയിം ആണ്. ഒന്ന് +Q ആണ്, അടുത്ത് -Q ആണ്. അപ്പൊ അത് പോയി. അടുത്തത് ഈ പോയിന്റിൽ +Q ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാക്കും, ആ പോയിന്റിൽ -Q ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. അപ്പൊ ഈ +Q കൊണ്ടുള്ള പൊട്ടൻഷ്യൽ ഈ -Q ക്യാൻസൽ ചെയ്യും. അപ്പൊ അവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാ? 0. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാ? 0. അപ്പൊ ആ ചാർജിന് അവിടെ കൊണ്ടുവന്ന് വെക്കാനുള്ള വർക്ക് ഡൺ എത്രയാ? 0 ആണ്. അപ്പൊ നമ്മള് 3 കാര്യങ്ങളാണ് പഠിച്ചു കഴിഞ്ഞത് അല്ലേ? ഇനി നോക്കും, നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പൊ ഈ ഒരു ട്രയാങ്കിൾ ഇത് Q ആണ്, ഇതും Q ആണ്, ഇതും Q ആണ്. 3 ഈക്വൽ ആണ്. അത് ഈക്വൽ ആണെങ്കിൽ ഇതിന്റെ സെൻട്രോയിഡില് ഓരോ സൈഡും A ആണെങ്കിൽ ഇതിന്റെ സെൻട്രോയിഡിലെ പൊട്ടൻഷ്യൽ കാണണം ആദ്യം. സെൻട്രോയിഡിലെ പൊട്ടൻഷ്യൽ കാണാന്ന് പറഞ്ഞാല് നോക്കൂ, V ആണ് കാണേണ്ടത്. V ഈക്വൽ ടു സെൻട്രോയിഡിൽക്ക് കോർണർ എന്നുള്ള ദൂരം എത്രയാ? A/√3 ആണ്. അപ്പൊ 3 ചാർജും ഈക്വൽ ആയതുകൊണ്ട് ഒരാളുടെ പൊട്ടൻഷ്യൽ കണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പൊ 3 × 1/4πε0 × Q ഡിവൈഡഡ് ബൈ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് A/√3. ഇതാണ് ആ സിസ്റ്റത്തിന്റെ സെൻട്രോയിഡിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ വരുന്നത്. അടുത്തത് കാണേണ്ടത് പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ നോക്കൂ, പൊട്ടൻഷ്യൽ എനർജി കാണുമ്പോൾ 3 ആളുകൾക്ക് 2+1 ടേംസ് ആയിരിക്കും. അപ്പൊ നോക്കുക, ആദ്യം ഇവര് തമ്മിലൊന്ന് 1/4πε0 കോമൺ എടുക്കാം ഇൻറ്റു Q²/A. ഇതാണല്ലോ ഡിസ്റ്റൻസ്, A ആണ് ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അടുത്തത് ഈ ക്യൂമായി ബന്ധപ്പെടുത്തിയിട്ടതാ ഈ 2 ആളുകൾ. അപ്പൊ എത്രയാ? Q²/A പ്ലസ് അടുത്തത് ഈ 2 ആളുകൾ തമ്മിൽ പൊട്ടൻഷ്യൽ എനർജി, അതും Q²/A കഴിഞ്ഞു. 2+1. അങ്ങനെയാണെങ്കിൽ ആൻസർ 3 × 1/4πε0 × Q²/A എന്നാണ് വരിക. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയും അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ചെയ്തത്. അപ്പൊ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്, പൊട്ടൻഷ്യൽ എനർജി, ഇത് കൃത്യമായിട്ട് നോക്കാം കേട്ടോ.